കിട്ടുമ്മാവൻ. തകഴി ശിവശങ്കരപ്പിള്ള. മലയാളത്തിലെ പ്രശസ്ത ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെറുകഥയാണ് കിട്ടുമ്മാവൻ. ഭക്ഷണപ്രിയം ഒരാളുടെ ജീവിതത്തിൽ വരുത്തുന്ന ദുരന്തത്തെ തെളിവാർന്ന ഭാഷയിൽ തകഴി ഈ കഥയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു. കൂട്ടുകുടുംബത്തിൽ നിന്നും മാറി താമസിക്കുന്ന കിട്ടുമ്മാവൻ ഓരോ നേരവും വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നു. ഓരോ നേരവും ഉണ്ടാക്കേണ്ട വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കിട്ടുമ്മാവൻ ഭാര്യയോട് വിശദീകരിക്കുന്നുണ്ട്. ഭാര്യ അതനുസരിച്ച് വിഭവങ്ങൾ തയ്യാറാക്കുന്നു. എങ്കിലും കിട്ടുമ്മാവൻ്റെ ഊണ് കഴിയുമ്പോൾ കലത്തിൽ ചോറ് കാണില്ല. കഠിനാധ്വാനിയാണ് അയാൾ. ഭാഗം പിരിഞ്ഞപ്പോൾ 30 പറ കണ്ടവും 1-2 മുറി പുരയിടവും കിട്ടുമ്മാവന് ലഭിച്ചു. അതിലയാൾ നന്നായി അധ്വാനിച്ചു. കണ്ടത്തിലെ ഉഴവു ജോലി ഒഴികെ ബാക്കി പണിയെല്ലാം അയാൾ തന്നെ ചെയ്യും. നല്ല ആദായവും കിട്ടുന്നുണ്ട്. എങ്കിലും അത് മതിയാകുന്നില്ല. കണ്ടവും പുരയിടവും എല്ലാം ഓരോന്നോരോന്നായി വിറ്റ് അയാൾ ഊണ് കഴിച്ചു തീർത്തു. തുടർന്ന് കാപ്പിക്കട തുടങ്ങി, കപ്പക്കച്ചവടം തുടങ്ങി. അതെല്ലാം അയാളുടെ അമിത ഭക്ഷണപ്രിയ മൂലം നഷ്ടത്തിലായി. പിന്നെ അയാൾ ഭക്ഷണത്തിനായി വീടുകൾ തോറും കയറി ഇറങ്ങി. സഹതാപം മൂലം ആരെങ്കിലും ഭക്ഷണം കൊടുത്തു പോയാൽ പിന്നെ അയാൾ അവിടെ നിന്ന് പോകില്ല. വീണ്ടും വീണ്ടും ഭക്ഷണം ചോദിച്ചുകൊണ്ടിരിക്കും. വയറു നിറഞ്ഞാൽ മാത്രമേ പോവുകയുള്ളൂ. കിട്ടുമ്മാവനെ പണിക്ക് വിളിക്കാനും ആളുകൾക്ക് മടിയാണ്. കാരണം അയാൾക്ക് ഭക്ഷണം കൊടുത്ത് തൃപ്തിപ്പെടുത്തുവാൻ അവർക്ക് പറ്റില്ല. ഒടുവിൽ വിശക്കുന്നേ എന്ന് അലറി വിളിച്ച് വഴി നീളെ നടക്കുന്ന കിട്ടുമ്മാവനെയാണ് നമ്മൾ കാണുന്നത്. അമിത ഭക്ഷണം മൂലം നശിച്ച കിട്ടുമ്മാവൻ്റെ കഥയിലൂടെ സുഖലോലുപതയിൽ ജീവിക്കുന്നവരെ നിശിതമായി വിമർശിക്കുകയാണ് തകഴി ശിവശങ്കരപ്പിള്ള. കിട്ടുമ്മാവനും കുട്ടിച്ചേച്ചിയും മക്കളുമായി പ്രത്യേകം താമസമായി എന്ന് പറഞ്ഞാൽ കുടുംബ വീട്ടിൽ നിന്ന് മാറി താമസിച്ചു. രാവിലെ കഞ്ഞിക്ക് എന്തൊക്കെ വേണമെന്ന് കിട്ടുമ്മാവൻ നിർദ്ദേശം കൊടുത്തു. ചെറുപയർ പുഴുങ്ങി തോരൻ വയ്ക്കണം. തോരൻ വയ്ക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ഓർക്കണം, വെളുത്തുള്ളി ചേർക്കാൻ മറക്കരുത്. പിന്നെ എന്താണ്, ചെറുകിഴങ്ങുകൊണ്ട് ഒരു അസ്ത്രമായിക്കൊള്ളട്ടെ. അസ്ത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ അമ്പല്ല, പിന്നെ എന്താണ്, ചെറുകിഴങ്ങു കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ചെറുകിഴങ്ങു കൊണ്ടോ ചേമ്പ് കൊണ്ടോ ഒക്കെ എന്താണ് സ്വാദിഷ്ടമായ കറി ഉണ്ടാക്കാം. ഇപ്പോൾ കിഴങ്ങോ അല്ല എങ്കിൽ എന്താണ്, ചേമ്പോ പുഴുങ്ങി ഒപ്പം തേങ്ങയും മറ്റ് ചില വിഭവങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്ത് അരച്ച് അധികം പുളിപ്പില്ലാത്ത തൈരുമൊക്കെ ചേർത്തുണ്ടാക്കുന്ന സ്വാദിഷ്ടമായൊരു കറിയാണ് അസ്ത്രം. നല്ല പുളിച്ച മോരും ചേർത്ത് ഒരു ചമ്മന്തി അരയ്ക്കുക. മോര് ചേർത്ത് ചമ്മന്തി അരയ്ക്കുക പുതിയ കാലഘട്ടത്തിൽ നമുക്കത്ര പരിചിതമല്ലാത്തതാണ് എന്ന് എനിക്ക് തോന്നുന്നു. പുളിച്ച മോരും ചേർത്ത് ഒരു ചമ്മന്തി അരയ്ക്കുക മതി. തെല്ലോർത്തിട്ട് കിട്ടുമ്മാവൻ പറഞ്ഞു, പർപ്പടകമുണ്ടല്ലോ. പർപ്പടകം പപ്പടമാണ്. 5-6 ചുട്ട് തേങ്ങാപ്പൂളുമായിട്ട്. അപ്പോൾ തേങ്ങാപ്പൂളും പപ്പടം ചുട്ടതും അതുകൂടി ആയിക്കൊള്ളട്ടെ. ശർക്കരയില്ലേ? ഭാര്യ പറഞ്ഞു, ഇല്ല, ചക്കരയുണ്ട്. എന്താണ് ശർക്കരയും ചക്കരയും തമ്മിലുള്ള വ്യത്യാസം? ശർക്കര കരിമ്പിൻ നീര് കൊണ്ടുണ്ടാക്കുന്നതാണ്. ചക്കരയാകട്ടെ തെങ്ങോ പനയോ ചെത്തിയെടുക്കുന്ന നീരുകൊണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കള്ള് പനയിൽ നിന്നും തെങ്ങിൽ നിന്നുമൊക്കെ കള്ളു ചെത്തിയെടുക്കാറുണ്ട്. കള്ള് എന്ന് പറയുമ്പോൾ എന്താണ്, അത് പുളിക്കുമ്പോഴാണ് കള്ളായി മാറുക. അല്ലാതെ തെങ്ങും പനയും അതിൻ്റെ തെങ്ങിൻ്റെ കുലയും ഒപ്പം എന്താണ് പനം കുലയും ഒക്കെ ചെത്തിയെടുക്കുമ്പോൾ ആദ്യം എന്താണ്, നല്ല മധുരതരമായ ഒരു പാനീയമാണ് നീര പാർലറുകളൊക്കെ പുതിയ കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ അതിലെന്താണ്, അല്പം പോലും ആൽക്കഹോളിൻ്റെ അംശമില്ല. അത് പുളിച്ചു കഴിയുമ്പോഴാണ് കള്ളായി മാറുക. അപ്പോൾ നീര എന്താണ്, വറ്റിച്ച് ഉണ്ടാക്കുന്നതാണ് ചക്കര. നല്ല മധുരമായ പാനീയമാണ് നീര. ആ നീര ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ് ചക്കര. എന്നാൽ അത് മതി, നാളേക്കു ഞാൻ ശർക്കര കൊണ്ടുവരാം. ഒന്ന് നിർത്തിയിട്ട് കിട്ടുമ്മാവൻ തുടർന്നു, കഞ്ഞിക്ക് എന്തെങ്കിലും ഒരു ക്ഷാരം വേണം. നാരങ്ങയോ മാങ്ങയോ എന്തെങ്കിലും. അപ്പോൾ പുളിയുള്ള അച്ചാറാണ് അല്ലേ. ഇന്ന് കുറച്ച് അവലും വാങ്ങണം. അവൽ നനച്ചത് കൂടി ഉണ്ടെങ്കിൽ കഞ്ഞി പൊടിച്ചു. ആകട്ടെ, ഇന്നത്തെ കാര്യം ഇങ്ങനെ അങ്ങ് പോകട്ടെ. അപ്പം രാവിലത്തെ കഞ്ഞിക്ക് എന്തൊക്കെ കറികളാണ് കിട്ടുമ്മാവൻ ഉണ്ടാക്കുവാനായി നിർദ്ദേശം കൊടുത്തത് എന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. അവൽ നനച്ചത് കൂടി ഉണ്ടെങ്കിൽ കഞ്ഞി പൊടിച്ചു. ആകട്ടെ, ഇന്നത്തെ കാര്യം എങ്ങനെ അങ്ങ് പോകട്ടെ. പുതിയ പൊറുതിയല്ലേ. പൊറുതി എന്ന് പറഞ്ഞാൽ താമസം എന്നാണ് അർത്ഥം. അപ്പോൾ പുതിയ താമസമാണ് അല്ലേ. പുതിയതായിട്ട് അവർ ഒരുമിച്ച് താമസിക്കുകയാണ്. ഭാര്യ ആദ്യമായിട്ടാണ് ഭർത്താവിന് എന്താണ് ഇപ്രകാരം വിഭവങ്ങളൊക്കെ തയ്യാറാക്കി ഭക്ഷണം കൊടുക്കുക. അപ്പോൾ ആദ്യമായി തൻ്റെ ഭാര്യയുടെ കൈകൾ കൊണ്ട് ഉണ്ടാക്കുന്ന വിഭവങ്ങളെല്ലാം ചേർത്ത് കഴിക്കാൻ പോവുകയാണ് അല്ലേ. എന്തെല്ലാം ഒരുങ്ങാനിരിക്കുന്നു. കഞ്ഞികുടി കഴിഞ്ഞ് കപ്പയ്ക്ക് വാരം വെട്ടി. 12 മണി വരെ ഒരു നിമിഷ നേരത്തെ ഇളവില്ല. 2 ആളിൻ്റെ ജോലി ചെയ്തു കാണും.
ഉച്ചയ്ക്ക് കുളിച്ച് ഭസ്മവും ചന്ദനവും തൊട്ട് ഒരു നെടും തൂശനിലയിലായിരുന്നു ഊണ്. അപ്പം തൂശനിലയിൽ ഊണ് കഴിക്കാറുണ്ട് നമ്മൾ ഓണത്തിനും അല്ലെങ്കിൽ വിവാഹത്തിനും അല്ലെങ്കിൽ വീട്ടിലെ മറ്റ് വിശേഷ അവസരങ്ങളിലുമൊക്കെ എന്താണ് തൂശനിലയിൽ ഊണ് വിളമ്പാറുണ്ട്. കഞ്ഞിക്ക് ശേഷം പറഞ്ഞു കൊടുത്ത എല്ലാ വിഭവങ്ങളും ഉച്ചയ്ക്ക് ഊണിനുമുണ്ടായിരുന്നു. സുഭിക്ഷമായി ഉണ്ടു. അച്ഛൻ്റെ ഊണ് കഴിഞ്ഞപ്പോൾ കലത്തിൽ ഒരു വറ്റില്ല. മൂത്ത ചെറുക്കൻ വഴക്കുണ്ടാക്കി. എനിക്ക് വിശക്കുന്നേ എന്ന് വിളിച്ചു. നെഞ്ചത്തലച്ചു നിലവിളിച്ചു. വിശപ്പിനേക്കാൾ കൊതിയായിരുന്നു. വറുക്കുന്നതിൻ്റെയും കരിക്കുന്നതിൻ്റെയും മണം. എത്ര നേരമാണ് അവൻ കേട്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പം മുമ്പൊക്കെ എന്താണ് വീട്ടിലെ മുതിർന്ന ആളുകൾ, പ്രത്യേകിച്ചും എന്താണ് ആണുങ്ങളൊക്കെ പുരുഷന്മാരൊക്കെ കഴിച്ചതിന് ശേഷമാണ് കുട്ടികൾക്കും സ്ത്രീകൾക്കുമൊക്കെ ഭക്ഷണം വിളമ്പുക. അപ്പോൾ ഇവിടെ എന്താണ് അച്ഛൻ ഉണ്ടതിന് ശേഷമാണ് കുട്ടികൾക്ക് കൊടുക്കുക. പക്ഷേ എന്താണ് കിട്ടുമാവൻ ഉണ്ട് കഴിഞ്ഞപ്പോൾ കലത്തിൽ ഒരു വറ്റുപോലുമില്ല. അച്ഛന് വിളമ്പിയപ്പോൾ തീർന്നുപോയി. അവർ ആദ്യമായാണ് ഭർത്താവിന് ചോറ് കൊടുക്കുന്നത്. ഇപ്പോൾ കൂട്ടുകുടുംബമൊക്കെ ആകുമ്പോൾ വീട്ടിലെന്താണ് ഒരുപാട് അംഗങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടിയാണ് ആഹാരമൊക്കെ തയ്യാറാക്കുക. പക്ഷേ എന്താണ് ഇവിടെ ആദ്യമായി മാറി താമസിച്ച ദിവസമാണ്. അപ്പോൾ അവിടെ എന്താണ് കുട്ടിയമ്മ ഏകദേശം ഒരു കണക്കൊക്കെ കണക്കാക്കി അരിയിട്ടുവെങ്കിലും കിട്ടുമാവൻ്റെ ഊണ് കഴിഞ്ഞപ്പോൾ ചോറില്ലാതായി. കുട്ടിയമ്മ രണ്ടാമതും അരി വച്ചു. ഒന്ന് മയങ്ങുന്നതിന് മുൻപ് കിട്ടുമാവൻ അത്താഴത്തിനുള്ള നിർദ്ദേശം കൊടുത്തു. അപ്പോൾ ഉച്ചയൂണ് കഴിഞ്ഞ് ഒരു മയക്കം. അപ്പോൾ ആ മയങ്ങുന്നതിന് മുൻപ് തന്നെ അത്താഴത്തിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കിട്ടുമാവൻ കൊടുത്തു. ചേന കൊണ്ടൊരു മൊളോഷ്യം. ചേന കൊണ്ടുണ്ടാക്കുന്ന ഒരു തരം കറിയാണ് മൊളോഷ്യം. ചപ്പാത്തിക്കൊപ്പവും ഒപ്പം എന്താണ് ചോറിനൊപ്പവും ഒക്കെ കഴിക്കാൻ സാധിക്കുന്ന നല്ല ഒരു ഒഴിച്ചുകറിയാണ് ചേന. ചേന കൊണ്ട് ഒരു മൊളോഷ്യം അല്ലെങ്കിൽ മുതിരച്ചാറാവട്ടെ, മുതിരച്ചാറ് വച്ചത്. ഉച്ചയ്ക്കുള്ള കൂട്ടാനുണ്ടെങ്കിൽ അത്. അപ്പോൾ എന്താണ് ഉച്ചയ്ക്ക് തയ്യാറാക്കിയ കൂട്ടാനിൽ നിന്ന് മിച്ചമുണ്ടെങ്കിൽ അത് അത്താഴത്തിനും എടുക്കുക. പിന്നെ എന്താണ് മീൻ വരുന്നെങ്കിൽ വാങ്ങുക. മീൻ വരുന്നെങ്കിൽ വാങ്ങുക എന്ന് പറഞ്ഞാൽ മുൻപ് എന്താണ് വീടാന്തരം കയറി ഇറങ്ങി മീൻ വിൽക്കുവാൻ വേണ്ടി പ്രത്യേകിച്ചും എന്താണ് സ്ത്രീകളാണ് വരിക. അപ്പോൾ അങ്ങനെ എന്താണ് മീൻ വിൽക്കുവാൻ വേണ്ടി ആരെങ്കിലും വരുന്നെങ്കിൽ അവരിൽ നിന്ന് മീൻ വാങ്ങുക. എല്ലാം ഉണ്ടാക്കാൻ ജോലിയാണ്. ഒരു തോരൻ കൂടി ആകാം, മതി. അപ്പോൾ എന്താണ് ഭാര്യയോടുള്ള ഒരു കരുതൽ എന്ന നിലയിൽ എല്ലാം ഉണ്ടാക്കാൻ വിഷമമാണ് എന്നൊരു എന്താണ് ചിന്ത കിട്ടുമാവൻ പങ്കുവയ്ക്കുന്നുണ്ട്. എങ്കിലും എന്താണ് ഒരു നിർദ്ദേശവും കൂടി കൊടുക്കുകയാണ്, ഒരു തോരൻ കൂടിയാകാം, മതി. 4 മണിക്ക് വടക്കേ വീട്ടിലേക്ക് കിട്ടുമാവൻ നടന്നു കയറി. അവിടുത്തെ കാരണവർ ചോദിച്ചു, എന്തൊക്കെയുണ്ട് കിട്ടുപിള്ളേ? എന്താണ്? ഒന്നുമില്ല, പുതിയ പൊറുതി. പലതും അടുക്കാനിരിക്കുന്നു, എന്നാലും ഒരു സുഖം തോന്നുന്നു. കുടുംബത്തെ പുളിങ്കറിയും പിണ്ടിത്തോരനും തിന്നും അടുത്തു. അപ്പോൾ കുടുംബ വീട്ടിലായിരുന്നപ്പോൾ എന്താണ് പുളിങ്കറിയോ പിണ്ടിത്തോരനോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. വാഴപ്പിണ്ടി കൊണ്ട് തോരൻ വയ്ക്കും. സ്വാദിഷ്ടമാണ്. ഒപ്പം എന്താണ് നല്ല ആരോഗ്യദായകമാണ്. ഔഷധം എന്ന നിലയിലും പിണ്ടിത്തോരൻ വെച്ച് കഴിക്കാറുണ്ട്. വിശക്കുമ്പോൾ പൂരപ്പറമ്പുകളിലെ കരിക്കായിരുന്നു ശരണം. അപ്പോൾ കിട്ടുമാവൻ തൻ്റെ അവസ്ഥയെപ്പറ്റി പറയുകയാണ്. കുടുംബ വീട്ടിലായിരുന്നപ്പോൾ പുളിങ്കറിയും പിണ്ടിത്തോരനും മാത്രമായിരുന്നു അല്ലേ. വിശക്കുമ്പോൾ എന്താണ് പൂരപ്പറമ്പുകളിൽ പോയി കരിക്ക് കഴിച്ചിരുന്നു. കാരണവർ പറഞ്ഞു, അതല്ലേ പ്രത്യേകം താമസിച്ചാലത്തെ സുഖം. അതെ, ഇന്നു തന്നെ ഉച്ചയ്ക്ക് ഊണിന് സാമ്പാർ, പുളിശ്ശേരി, അവിയൽ, നല്ല മൊരിച്ച മെഴുക്കുപുരട്ടി, ഒരു കിച്ചടി, മാങ്ങാക്കറി, പപ്പടകം, 4 കഷ്ണം ഉപ്പേരി, ഇത്രയുമൊക്കെ ഉണ്ടായിരുന്നു. പരിപ്പ് തരപ്പെട്ടില്ല. സുഖം. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഊണിൻ്റെ വിഭവങ്ങളൊക്കെ കിട്ടുമാവൻ കാരണവരോട് വിശദീകരിക്കുകയാണ്. കിട്ടുമാവൻ ഉച്ചത്തിലുള്ള ആ പൊട്ടിച്ചിരി ഒന്ന് ചിരിച്ചു. ഇനിയും വാഴയ്ക്കുമൊക്കെ കുറേ വെള്ളം കോരണം, മേലു കഴുകണം, ഉണ്ണണം, രാമായണം വായിക്കണം, ഉറങ്ങണം, സുഖം. അപ്പോൾ തൻ്റെ പുതിയ വീട്ടിലെ പൊറുതിയെപ്പറ്റി, താമസത്തെപ്പറ്റി, അവിടുത്തെ സുഖത്തെപ്പറ്റി എന്താണ് കിട്ടുമാവൻ കാരണവരോട് അയലത്തെ വീട്ടിലെ കാരണവരോട് വിശദീകരിക്കുകയാണ്. ഭാഗം പിരിഞ്ഞപ്പോൾ 30 പറ കണ്ടവും 1-2 മുറി പുരയിടവും കിട്ടുമാവനുണ്ട്. കണ്ടത്തിലെ ഉഴവു ജോലി നീക്കി ബാക്കി ജോലിയെല്ലാം കിട്ടുമാവൻ ചെയ്യും. പറമ്പ് കിളയ്ക്കുക, തടമെടുക്കുക എല്ലാം കിട്ടുമാവൻ തന്നെ. കപ്പ, കാച്ചിൽ മുതലായ നടുതല വളർത്താൻ ബഹുവാസനയാണ്. അപ്പം കപ്പയും കാച്ചിലും ചേനയും ഒക്കെ വളർത്തിയെടുക്കുവാൻ കിട്ടുമാവന് വലിയ താല്പര്യമാണ്. മൺപുരയാണെങ്കിലും വീടും പരിസരവും കിടക്കുന്നത് നല്ല വൃത്തിയാണ്. ഒരു ചവറോ കരടോ എങ്ങും കാണുകയില്ല. പക്ഷേ എന്തു വേണ്ടി? ആദായത്തിന് പുറമെ ഒരു മുറി പുരയിടം എഴുതി വിറ്റ് ഊണ് കഴിച്ചു തീർന്നു. അപ്പോൾ പുതിയ വീട്ടിൽ വിഭവസമൃദ്ധമായ വിഭവങ്ങളൊക്കെ ചേർത്ത് 3 നേരവും ശാപ്പാട് കഴിച്ചു. അങ്ങനെ എന്താണ്
ഇളവ് ലഭിച്ചത്, ആദായം ലഭിച്ചത് കൊണ്ടൊന്നും തികയാതെ ഒരു മുറി പുരയിടവും കൂടി എഴുതി വിറ്റ് ഊണ് കഴിച്ചു. നല്ല ആദായം കിട്ടുന്നുണ്ട്, മതിയാകുന്നില്ല. നിലം 4 പേർക്കായി വിറ്റു. താമസിക്കുന്ന പുരയിടവും വിറ്റു. കുറച്ചു പണം കയ്യിലുണ്ട്. കുട്ടിച്ചേച്ചിക്ക് വീതം കിട്ടിയ ഒരു പുരയിടമുണ്ട്. അരയ്ക്കാനുള്ള തേങ്ങ അവിടെ കിട്ടും. അവിടെ ഒരു മൺപുര വെച്ചു. തോടിൻ്റെ മുക്കിന് ഒരു കാപ്പിക്കട നടത്തുക. വള്ളക്കാരുടെ കച്ചവടം കിട്ടും. പിന്നെ നാട്ടുകാരുടെയും. ഒഴിഞ്ഞ ഒരു കടയുണ്ട്. അപ്പോൾ എന്താണ്, ഭൂമിയെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു അല്ലേ? കണ്ടവും ഒപ്പം എന്താണ് കരഭൂമിയും എല്ലാം നഷ്ടപ്പെടുത്തി അവയെല്ലാം എന്താണ് ഭക്ഷണം കഴിച്ച് വിറ്റു തീർത്തു. ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിച്ചു. പക്ഷേ ഇനി എന്താണ്, മുന്നോട്ട് ജീവിക്കുവാൻ പറമ്പിൽ നിന്ന് കൃഷി ചെയ്ത് ആദായം എടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല. കാരണം സ്വന്തമായി ഭൂമിയില്ല. അതുകൊണ്ട് ഒരു കാപ്പിക്കട നടത്തുവാൻ തീരുമാനിച്ചു. 2 ഇടങ്ങഴി അരിയിട്ടു. അതിനുവേണ്ട ഉഴുന്നും. കിട്ടുമാവൻ തന്നെയാണ് അരിയാട്ടിയത്. അരിയാട്ടിയാണ് നമ്മൾ മാവുണ്ടാക്കുക. നല്ല ചമ്മന്തിയും മുളകരച്ചതും ഉണ്ടാക്കി. ചായയും ഒന്നും വേണ്ട. നല്ല മധുരത്തിൽ കരുപ്പട്ടിക്കാപ്പി. അപ്പോൾ കരുപ്പട്ടി ചേർത്ത്, കരുപ്പട്ടി എന്ന് പറഞ്ഞാൽ ചക്കരയാണ്, കരുപ്പട്ടി ചക്കര. അപ്പോൾ ചക്കര ഇട്ട കാപ്പി, കട്ടൻ കാപ്പി. രാവിലെ കുറേ പേർ വന്നു. ദോശ തിന്നു, കാപ്പി കുടിച്ചു. എല്ലാവർക്കും തൃപ്തിയായി. പിന്നീടും ചുട്ട ദോശ ഇരിക്കുന്നു. എങ്ങനെ ദോശ കണ്ടുകൊണ്ടിരിക്കും? കിട്ടുമാവൻ രാവിലെ 6 ദോശ കഴിച്ചതാണ്. 2 ദോശ എടുത്തു തിന്നു. പിന്നെ ഒന്നുകൂടി. കളത്തിൽ പത്മനാഭൻ വന്നു. കളത്തിൽ പത്മനാഭൻ അതൊരു ക്യാരക്ടറാ അല്ലെ, കഥാപാത്രമാ. അവന് 2 ദോശ കൊടുത്തു. ബാക്കി 1 ദോശ കൂടി കിട്ടുമാവൻ എടുത്തു. കിട്ടുമാവൻ കാപ്പി കുടിച്ചില്ലേ? കുടിച്ചു. ആഹാരം കഴിക്കാതിരിക്കാൻ ഒക്കുമോ? ഉഴപ്പൊളിയിൽ നിന്ന് ഉഴക്കാർ വന്നു. കിട്ടുമാവൻ്റെ കടയിൽ ദോശയില്ല, കരിപ്പെട്ടി കാപ്പിയുമില്ല. കിട്ടുമാവനെ പിന്നെ കാണുന്നത് വള്ളത്തിൽ കപ്പ വിറ്റ് നടക്കുന്ന കപ്പ കച്ചവടക്കാരനായാണ്. അപ്പോൾ കാപ്പിക്കട പൂട്ടി. കാരണം എന്താണ്? ഭക്ഷണം കൂടുതലും കഴിച്ചു തീർക്കുന്നത് കിട്ടുമാവൻ തന്നെയാണ്. അപ്പോൾ വരുമ്പോൾ എന്താണ്, കഴിക്കുവാൻ ആൾ വരുമ്പോൾ അവർക്കെല്ലാം ആവശ്യത്തിന് ആഹാരം കൊടുക്കുവാൻ സാധിക്കുന്നില്ല. അങ്ങനെ കാപ്പി കച്ചവടം തീർന്ന് അടുത്തത് കപ്പ കച്ചവടമായി. കിഴക്കു നിന്നും കപ്പ കൊണ്ടുവന്ന് കുഴിയിടയിൽ വിൽക്കുക. കപ്പയും തിന്നാൻ കൊള്ളാവുന്ന സാധനമാണ്. വള്ളത്തിൽ തന്നെ കലവും അടുപ്പും വിറകും ഉണ്ടായിരുന്നു. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ അല്ലേ? അപ്പോൾ എന്താണ്, കപ്പ വിൽക്കുവാനായി നടക്കും. അതിൽ നിന്ന് ഒരു ഭൂരിപക്ഷവും അല്ലെങ്കിൽ എന്താണ് ഒരു നല്ല ഭാഗം കിട്ടുമാവൻ തന്നെ വേവിച്ചു തിന്നും. 2 ആളിൻ്റെ ജോലി ചെയ്യും. ശരിയാണ്, ചെയ്യുന്ന ജോലിക്ക് വൃത്തിയുമുണ്ട്. പക്ഷെ കിട്ടുമാവനെ ജോലിക്ക് നിർത്താൻ വടക്കുവശത്തു പെണ്ണുങ്ങൾക്ക് വലിയ എതിർപ്പാണ്. എങ്ങനെ ആഹാരം കൊടുക്കും? അപ്പോൾ എന്താണ്, മറ്റു ജോലികളൊന്നും കിട്ടുമാവനില്ല. സ്വന്തമായ ഭൂമിയും നഷ്ടപ്പെട്ടു. കാപ്പി കച്ചവടവും തീർന്നു, കപ്പ കച്ചവടവും തീർന്നു. ഇനി എവിടെയെങ്കിലും ഏതെങ്കിലും വീട്ടിൽ പണിക്ക് പോയി ജീവിക്കാമെന്ന് വെച്ചാൽ അവിടെ എന്താണ്, സ്ത്രീകൾക്കൊക്കെ വല്ലാത്ത എതിർപ്പാണ്. കാരണം കിട്ടുമാവൻ ആഹാരം കൊടുക്കണം. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. എത്ര അരി വച്ചാലും കിട്ടുമാവന് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ കലത്തിൽ ഒരു വറ്റും കാണുകയില്ല. ജോലിയുണ്ടോ എന്ന് വീട് തോറും കയറി ഇറങ്ങി കിട്ടുമാവൻ അന്വേഷിച്ചു. വല്ലതും തരണം, കഞ്ഞിവെള്ളമായാലും മതി. അപ്പം മനസ്സുമടുത്തു അല്ലേ, ആഹാരം കിട്ടാനില്ല. അപ്പോൾ എന്താണ്, എന്തെങ്കിലും തരണം, കഞ്ഞിവെള്ളമായാലും മതി എന്ന് യാചിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇങ്ങനെ ചോദിച്ചും കിട്ടുമാവൻ നടന്നു. കൊടുക്കാൻ മനസ്സില്ലാഞ്ഞല്ല, വിരോധമുണ്ടായിട്ടുമല്ല, സഹതാപവുമുണ്ട്. പക്ഷെ എങ്ങനെ കൊടുക്കും? അപ്പോൾ നാട്ടുകാർക്കൊക്കെ എന്താണ് വല്ലാത്ത ബുദ്ധിമുട്ടാണ് അല്ലേ? കിട്ടുമാവന് കൊടുക്കുന്നതിന് അവർക്ക് എതിർപ്പൊന്നുമില്ല. ഒരു നേരത്തെ ആഹാരം അല്ലെങ്കിൽ എന്താണ് ഒരു മനുഷ്യന് വിശപ്പിന് ആഹാരം കൊടുക്കാൻ ആർക്കും മടിയൊന്നുമില്ല. പക്ഷേ എന്താണ്, കിട്ടുമാവന് കൊടുക്കാൻ പറ്റില്ല. എങ്ങനെ കൊടുക്കും? ഉള്ളത് കൊടുത്താൽ അത് കഴിച്ചിട്ട് ശകലം കൂടി എന്ന് പറഞ്ഞ് ഇരിക്കും. പിന്നെയും ഇരിക്കും, എഴുന്നേൽക്കുകയില്ല. പോകാൻ പറഞ്ഞാലും പോവുകയില്ല. വയറു നിറയണം, അതാണ് കണക്ക്. ഒരു തരം ഭ്രാന്ത് പോലെയാണ്. അതുകൊണ്ട് എന്തു സംഭവിച്ചു? അപ്പോൾ ആഹാരം ആവശ്യത്തിനല്ല അല്ലേ, പിന്നെ എന്താണ്, വയറു നിറയുന്നതുവരെ ഇപ്രകാരം കണ്ടമാനം ആഹാരം കഴിച്ച് ശീലിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ എന്താണ്, അയാൾക്ക് വയറു നിറയാതെ എഴുന്നേറ്റ് പോവില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആരും ഒന്നും കൊടുക്കുകയില്ല. കൊടുത്താൽ ആപത്താണ്. എങ്ങുനിന്നും ഒന്നും കിട്ടുകയില്ല. അതൊരു രോഗമാണ്. അല്ല, പെണ്ണുങ്ങൾ പറഞ്ഞു വയറ്റിൽ പുഴുവാണ്. അപ്പോൾ എന്താണ്, നമ്മൾ പറയും പണ്ട് കുട്ടികളൊക്കെ ഒരുപാട് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ കൊക്കപ്പുഴുവാണെന്ന് തോന്നുന്നു, തിന്നുന്നത് മുഴുവൻ എന്താണ് പുഴു തിന്നു തീർക്കുമെന്ന് പറയും അല്ലേ? കൊക്കപ്പുഴുവോ അല്ലെങ്കിൽ വിരയോ ഒക്കെയാണ് എന്ന് തമാശ മട്ടിൽ പറയാറുണ്ട്. കുറച്ച് കാര്യവും ഉണ്ടാവും. കാരണം എന്താണ്, അങ്ങനെയുള്ളവർ ആഹാരം കഴിച്ചാൽ പൊതുവേ എന്താണ് ശരീരത്തിലൊന്നും പിടിക്കാറില്ല. വയറ് തൂങ്ങി എന്താണ് ശരീരം എന്താണ് ചുട്ടി ചങ്കൊക്കെ കുഴിഞ്ഞിരിക്കും. അത് ചെല്ലുന്നത് തിന്നു തീർക്കും. അല്ല, പെണ്ണുങ്ങൾ പറഞ്ഞു വയറ്റിൽ പുഴുവാണ്, അത് ചെല്ലുന്നത് തിന്നു തീർക്കും. പിന്നത്തെ രംഗം ദയനീയമായിരുന്നു.
ഒട്ടിയ വയറോടെ വഴി നീളെ എനിക്ക് വിശക്കുന്നേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുക. അപ്പോൾ എന്താണ്, കിട്ടുമ്മാവൻ്റെ അവസ്ഥ വളരെ ദയനീയമായി തീർന്നു. എന്താണ്, ഒട്ടിയ വയറോടെ, കഴിക്കാനൊന്നും കിട്ടുന്നില്ല അല്ലേ, വയറൊക്കെ ചുട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഒട്ടിയ വയറോടെ വഴി നീളെ എനിക്ക് വിശക്കുന്നേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുക. അത് ഭ്രാന്തു തന്നെയാണ് എന്ന് ജനങ്ങൾ ധരിച്ചു. കൊച്ചുകുട്ടികൾ മാത്രമാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നടക്കുക. അപ്പോൾ എന്താണ്, കിട്ടുമ്മാവൻ്റെ അവസ്ഥ ഇതും ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഇതെന്താണ്, ഭ്രാന്ത് തന്നെയാണ്. അല്ലെങ്കിൽ എന്താണ്, കുട്ടികളെ പോലെ ഇങ്ങനെ കുട്ടികളാണ് വിശക്കുമ്പോൾ എന്താണ്, സമയമോ സാഹചര്യമോ ഒന്നും നോക്കാതെ, എന്താണ്, സ്ഥലമോ ഒന്നും നോക്കാതെ വിശക്കുന്നേ എന്ന് നിലവിളിക്കുക അല്ലേ. ഇവിടെ എന്താണ്, ഈ മുതിർന്ന മനുഷ്യൻ വിശക്കുന്നേ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് വഴിയിലൂടെ ഓടി നടക്കുക എന്ന് പറഞ്ഞാൽ അത് ഭ്രാന്തു തന്നെയാണ് എന്ന് നാട്ടുകാർ പറഞ്ഞു. കാരണം കൊച്ചുകുട്ടികൾ മാത്രമാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നടക്കുക. വല്ലവരും വിളിച്ചു മുടിയട്ടെ എന്ന് വിചാരിച്ച് നിറച്ചു കൊടുത്താൽ സമാധാനമായി. പക്ഷെ പിന്നീട് അവിടെ നിന്ന് പോവുകയില്ല. അപ്പോൾ എന്താണ്, മനസ്സില്ലാതെ മനസ്സ് ചെത്ത് മുടിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാഗിക്കൊണ്ട് ആരെങ്കിലും എന്താണ്, കിട്ടുമ്മാവന് ആഹാരം കൊടുത്താൽ, വയറു നിറച്ചു കൊടുത്താൽ കിട്ടുമ്മാവന് സമാധാനമാകും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, എന്താണ്, പിന്നെ അവിടെ നിന്ന് പോവുകയില്ല. അപ്പം കിട്ടുമ്മാവൻ എന്ന കഥ ഇങ്ങനെ അവസാനിക്കുകയാണ്. തകഴി ശിവശങ്കരപിള്ളയുടെ കുറേ കഥാപാത്രങ്ങൾ എന്ന കഥാസമാഹാരത്തിലെ ഒരു ചെറുകഥയാണ് കിട്ടുമ്മാവൻ. വളരെ ഹൃദ്യമായൊരു കഥ. ഒപ്പം എന്താണ്, ഇങ്ങനെ ആഹാരത്തോടുള്ള അമിതമായ ഭ്രമമുള്ള ആളുകളുണ്ട് അല്ലെ, അമിത ഭക്ഷണം ശീലിക്കുന്നവരും ഒപ്പം എന്താണ് അങ്ങനെ ജീവിക്കുന്നവരും ഒക്കെയുണ്ട്. അങ്ങനെ എന്താണ്, ഭക്ഷണം കഴിച്ച് തൻ്റെ വീടും പുരയിടവും നിലവുമെല്ലാം നഷ്ടപ്പെടുത്തിയ ഒരു വ്യക്തിയുടെ കഥയാണ് കിട്ടുമ്മാവൻ്റെ കഥയാണ് ഈ കിട്ടുമ്മാവൻ എന്ന കഥയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത്. നമുക്കിനി പഠന പ്രവർത്തനങ്ങൾ നോക്കാം. ചേന കൊണ്ട് ഒരു മൊളോഷ്യം, അല്ലെങ്കിൽ മുതിരച്ചാറാവട്ടെ, ഉച്ചയ്ക്കുള്ള കൂട്ടാനുണ്ടെങ്കിൽ അത്, പിന്നെ എന്താണ്, മീൻ വരുന്നുണ്ടെങ്കിൽ വാങ്ങുക, എല്ലാം ഉണ്ടാക്കാൻ ജോലിയാണ്, ഒരു തോരൻ കൂടിയാകാം, മതി. കിട്ടുമ്മാവൻ്റെ ഭക്ഷണപ്രിയം വ്യക്തമാക്കുന്ന സന്ദർഭമാണിത്. കഥയിൽ നിന്ന് കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തുക. കഥയിൽ നമുക്ക് പല സന്ദർഭങ്ങൾ കണ്ടെത്തുവാനായിട്ട് പറ്റും. നമുക്ക് പാഠഭാഗത്ത് നിന്ന് മറ്റ് സന്ദർഭങ്ങൾ ഏതൊക്കെയെന്ന്, പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. കഥയിലെ മറ്റു സന്ദർഭങ്ങൾ: ചെറുപയർ പുഴുങ്ങി തോരൻ വയ്ക്കണം. തോരൻ വയ്ക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ഓർക്കണം, വെളുത്തുള്ളി ചേർക്കാൻ മറക്കരുത്. പിന്നെ എന്താണ്, ചെറുകിഴങ്ങു കൊണ്ട് ഒരു അസ്ത്രമായിക്കൊള്ളട്ടെ. നല്ല പുളിച്ച മോരും ചേർത്ത് ഒരു ചമ്മന്തി അരയ്ക്കുക, മതി. തെല്ലോർത്തിട്ട് കിട്ടുമ്മാവൻ പറഞ്ഞു, പർപ്പടകമുണ്ടല്ലോ, 5-6 ചുട്ട് തേങ്ങാപ്പൂളുമായിട്ട്, അതുകൂടി ആയിക്കൊള്ളട്ടെ. മറ്റൊരു സന്ദർഭം: കഞ്ഞിക്ക് എന്തെങ്കിലും ഒരു ക്ഷാരം വേണം, നാരങ്ങയോ മാങ്ങയോ എന്തെങ്കിലും. ഇന്ന് കുറച്ച് അവലും വാങ്ങണം, അവൽ നനച്ചത് കൂടി ഉണ്ടെങ്കിൽ കഞ്ഞി പൊടിച്ചു. അപ്പോൾ കഞ്ഞിക്കുള്ള വിഭവങ്ങൾ പലതുണ്ട്. പക്ഷേ എന്താണ്, കഞ്ഞിക്ക് ഒരു അച്ചാറും കൂടി ആവട്ടെ, നാരങ്ങയോ മാങ്ങയോ എന്തെങ്കിലും. പിന്നെ എന്താണ്, അതോടൊപ്പം കുറച്ച് അവൽ നനച്ചതുകൂടി ഉണ്ടെങ്കിൽ, ശർക്കര ചേർത്ത് അവൽ നനച്ചതുകൂടി ഉണ്ടെങ്കിൽ കഞ്ഞി പൊടിച്ചു. അപ്പോൾ ഓരോ നേരത്തെയും ആഹാരം എങ്ങനെയാവണമെന്നും അത് എത്രമാത്രം സ്വാദിഷ്ടമാവണമെന്നും എന്തൊക്കെ വിഭവങ്ങൾ വേണമെന്നുമെല്ലാം കിട്ടുമ്മാവൻ ഓരോ നേരവും പറഞ്ഞ് ഭാര്യയെ കൊണ്ട് ഉണ്ടാക്കിക്കുകയാണ്. അത് ആസ്വദിച്ചു കഴിക്കുകയും വയറു നിറച്ച് തനിക്ക് ആവശ്യമുള്ളതും അതിലധികവുമെല്ലാം കഴിക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ, മറ്റൊരു സന്ദർഭം: കിട്ടുമ്മാവൻ ചായക്കട തുടങ്ങിയതിന് ശേഷം, കാപ്പിക്കട തുടങ്ങിയതിന് ശേഷം സംഭവിച്ചതാണ്. പിന്നീടും ചുട്ട ദോശ ഇരിക്കുന്നു. എങ്ങനെ ദോശ കണ്ടുകൊണ്ടിരിക്കും? കിട്ടുമ്മാവൻ രാവിലെ 6 ദോശ കഴിച്ചതാണ്. 2 ദോശ എടുത്തു തിന്നു. പിന്നെ ഒന്നുകൂടി. പിന്നെ എന്താണ്, കുറച്ച് വിശദീകരണം നമുക്ക് പാഠഭാഗത്ത് കാണാം. അപ്പോഴും 1 ദോശ കൂടി കിട്ടുമ്മാവൻ എടുത്തു. ഉഴപ്പൊളിയിൽ നിന്ന് ഉഴക്കാർ വന്നു. കിട്ടുമ്മാവൻ്റെ കടയിൽ ദോശയില്ല, കരുപ്പെട്ടി കാപ്പിയും ഇല്ല. അപ്പോൾ കാപ്പിക്കട തുടങ്ങിയെങ്കിലും കിട്ടുമ്മാവൻ എന്താണ്, അവിടെ ഭക്ഷണം ഉണ്ടാക്കിയതിരിക്കുന്നത് കാണുമ്പോൾ ആർത്തി അല്ലെങ്കിൽ കൊതി നിയന്ത്രിക്കുവാൻ സാധിക്കാതെ തുടർച്ചയായി കഴിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അങ്ങനെ ആവശ്യക്കാർ വരുമ്പോൾ അവർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ കാപ്പിക്കട പൂട്ടിപ്പോകുന്നതാണ് നമ്മൾ കാണുക. പിന്നെ കപ്പയുമായി ബന്ധപ്പെട്ട സന്ദർഭം പാഠഭാഗത്ത് നിന്ന് കാണാം. അപ്പോൾ അങ്ങനെ നിരവധി സന്ദർഭങ്ങൾ പാഠഭാഗത്ത് കിട്ടുമ്മാവൻ്റെ ആർത്തിയുടെ ഭക്ഷണത്തോടുള്ള ഭക്ഷണപ്രിയത്തെ പ്രതിഫലിപ്പിക്കുന്ന നിരവധി സന്ദർഭങ്ങൾ നമുക്ക് പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. മറ്റൊരു ചോദ്യം: ഭക്ഷണത്തോടുള്ള ആർത്തി കിട്ടുമ്മാവൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിമറിച്ചത്?
അല്ലെങ്കിൽ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. കിട്ടുമാവൻ. ഈ രണ്ട് ചോദ്യങ്ങൾക്കും എഴുതാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഉത്തരമാണ് തയ്യാറാക്കിയിരിക്കുക. നിങ്ങൾക്ക് എന്താണ് ചോദ്യത്തിനനുസരിച്ച് ആവശ്യം പോലെ വേണ്ട മാറ്റങ്ങൾ വരുത്തി എഴുതുവാനായിട്ട് സാധിക്കും. പ്രശസ്ത ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ തകഴി ശിവശങ്കരപിള്ളയുടെ ഏറെ ശ്രദ്ധേയമായൊരു ചെറുകഥയാണ് കിട്ടുമാവൻ. അമിത ഭക്ഷണപ്രിയം മൂലം തകർന്നുപോയ കിട്ടുമാവനാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം. കഠിനാധ്വാനിയാണ് അയാൾ. 2 ആളുടെ ജോലി ഒറ്റയ്ക്കു ചെയ്യും. ഉഴവുജോലി ഒഴികെ തൻ്റെ കണ്ടത്തിലെയും പുരയിടത്തിലെയും ജോലികളെല്ലാം അയാൾ ഒറ്റയ്ക്കാണ് ചെയ്യുക. നല്ല ആദായവും ലഭിക്കുന്നുണ്ട്. എങ്കിലും അയാളുടെ അമിത ഭക്ഷണപ്രിയം മൂലം ഒന്നും തികയാറില്ല. ഓരോ നേരവും നിരവധി വിഭവങ്ങൾ ഉൾപ്പെടുത്തിയാണ് അയാൾ ഊണ് കഴിക്കുന്നത്. അയാളുടെ ഊണ് കഴിയുമ്പോൾ കലത്തിലൊന്നും മിച്ചം കാണാറില്ല. എത്ര കഴിച്ചാലും അയാൾക്ക് മതിയാവാറില്ല. അങ്ങനെ നിലവും പുരയിടവും എല്ലാം ഒന്നൊന്നായി വിറ്റ് അയാൾ ഊണ് കഴിച്ചു. ഇത്രയൊക്കെ ആയിട്ടും എല്ലാം നഷ്ടപ്പെട്ടിട്ടും തൻ്റെ ഭക്ഷണഭ്രമം നിയന്ത്രിക്കുവാൻ അയാൾക്ക് സാധിച്ചില്ല. ഭക്ഷണഭ്രമം മൂലം വീടും പുരയിടവും കണ്ടവും എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ കൃഷി ചെയ്യാൻ ഭൂമി ഇല്ലാതായതോടെ അയാൾ കാപ്പിക്കട തുടങ്ങി. കടയിലെ പകുതി സാധനങ്ങളും അയാൾ തന്നെ തിന്നു തീർക്കും. അങ്ങനെ കട പൂട്ടി. പിന്നെ കച്ചവടം തുടങ്ങി. അതും അയാളുടെ ഭക്ഷണപ്രിയം മൂലം ഇല്ലാതായി. നല്ല പണിക്കാരനാണെങ്കിലും അയാളെ ആരും പണിക്ക് വിളിക്കാറില്ല. അങ്ങനെ കാരണം അയാൾക്ക് ഭക്ഷണം കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ ആർക്കും സാധിക്കുകയില്ല. ആളുകൾക്ക് അയാളോട് സഹതാപമുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കാനില്ലാതെ അയാൾ വല്ലാതെ വിഷമിച്ച് വിശന്നു നടക്കുന്നത് കാണുമ്പോൾ ആളുകൾക്ക് അയാളോട് സഹതാപം തോന്നും. പക്ഷേ സഹതാപമുണ്ടെങ്കിലും അയാൾക്ക് ഭക്ഷണം കൊടുക്കാൻ പേടിയാണ്. കാരണം കൊടുത്തു കഴിയുമ്പോൾ കുറച്ചുകൂടി എന്ന് ആവശ്യപ്പെട്ട് വീണ്ടും അയാൾ അവിടെ തന്നെ ഇരിക്കും. എത്ര കിട്ടിയാലും അയാൾക്ക് തൃപ്തി വരാറില്ല. തൻ്റെ വയറിനെക്കുറിച്ച് മാത്രമായിരുന്നു അയാളുടെ ചിന്ത. ഭാര്യയുടെ കഷ്ടപ്പാടിനെക്കുറിച്ചോ മക്കളുടെ വിശപ്പിനെക്കുറിച്ചോ കുടുംബത്തിൻ്റെ ഭാവിയെക്കുറിച്ചോ ഒരിക്കലും അയാൾ ചിന്തിച്ചില്ല. അവസാനം ഒരു നേരത്തെ വിശപ്പടക്കുവാൻ പോലും സാധിക്കാതെ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അയാൾ ഒരു ഭ്രാന്തനെ പോലെ വഴിയിലൂടെ ഓടുവാൻ തുടങ്ങി. നല്ല അധ്വാനിയായിരുന്നിട്ടും നിലവും പുരയിടവും എല്ലാം ഉണ്ടായിരുന്നിട്ടും അയാൾക്ക് നന്നായി ജീവിക്കാൻ സാധിക്കാതെ വന്നത് അയാളുടെ ഭക്ഷണഭ്രമം മൂലമാണ്. അയാളുടെ ആർത്തി അങ്ങനെ അയാളുടെ നാശത്തിന് കാരണമായി തീർന്നു. അടുത്ത ചോദ്യം നോക്കൂ. നാരങ്ങയോ മാങ്ങയോ എന്തെങ്കിലും വേണം. നാരങ്ങയും മാങ്ങയും വേണം. 2 വാക്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ത്? വിശദീകരിക്കുക. നാരങ്ങയോ മാങ്ങയോ എന്തെങ്കിലും വേണം എന്ന വാക്യത്തിൽ രണ്ടിലേതെങ്കിലും ഒന്ന് വേണം എന്നാണ് അർത്ഥം. നാരങ്ങയോ മാങ്ങയോ ഏതെങ്കിലും ഒന്ന് വേണം. നാരങ്ങയും മാങ്ങയും വേണം. രണ്ടാമത്തെ വാക്യത്തിൽ രണ്ടിനും തുല്യ പ്രാധാന്യമോ അതോ ഇതോ എന്നല്ല, രണ്ടും വേണം. നാരങ്ങയും മാങ്ങയും വേണമെന്ന വാക്യത്തിൽ രണ്ടും വേണമെന്ന അർത്ഥം വരുന്നു. രണ്ടാമത്തെ വാക്യത്തിൽ രണ്ടിനും, നാരങ്ങയ്ക്കും മാങ്ങയ്ക്കും തുല്യ പ്രാധാന്യമുണ്ട്. രണ്ടും ആവശ്യമാണ് എന്ന് വരുന്നുണ്ട്. അപ്പോൾ ആദ്യ വാക്യത്തിൽ ഏതെങ്കിലും ഒന്ന് എന്നും രണ്ടാമത്തെ വാക്യത്തിൽ രണ്ടും വേണമെന്നും അർത്ഥം മാറുന്നതായി നമുക്ക് കാണാം. മറ്റൊരു ചോദ്യം ഇതൊരു പുതിയ ചോദ്യമാണ്. അപ്പോൾ അതിൻ്റേതായ പ്രാധാന്യത്തോടെ കണ്ട് ആവശ്യമായ മാറ്റങ്ങളൊക്കെ വരുത്തി എഴുതുവാനായിട്ട് ശ്രദ്ധിക്കണം. ചെറുപയർ പുഴുങ്ങി തോരൻ വയ്ക്കണം. തോരൻ വയ്ക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ഓർക്കണം. വെളുത്തുള്ളി ചേർക്കാൻ മറക്കരുത്. പിന്നെ ചെറുകിഴങ്ങു കൊണ്ട് അസ്ത്രമായിക്കൊള്ളട്ടെ. നല്ല പുളിച്ച മോരും ചേർത്ത് ഒരു ചമ്മന്തി അരയ്ക്കുക. മതി. തെല്ലോർത്തിട്ട് കിട്ടുമാവൻ പറഞ്ഞു. പർപ്പടകമുണ്ടല്ലോ, 5-6 ചുട്ട് തേങ്ങാപ്പൂളുമായിട്ട് അതുകൂടി ആയിക്കൊള്ളട്ടെ. കിട്ടുമാവൻ കുട്ടിച്ചേച്ചിയോട് പറയുന്ന ഈ കാര്യം നിങ്ങൾ മറ്റൊരാളോട് പറയുന്നതായിട്ട് മാറ്റി എഴുതുക. കിട്ടുമാവൻ കുട്ടിച്ചേച്ചിയോട് പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ മറ്റൊരാളോട് പറയുന്നത് എങ്ങനെയിരിക്കും? മാറ്റി എഴുതുക. ഇപ്പം നമ്മുടെ സംഭാഷണമല്ല, കിട്ടുമാവനും കുട്ടിച്ചേച്ചിയും തമ്മിൽ നടന്ന സംഭാഷണം എന്താണ് എന്ന് നമ്മൾ മറ്റൊരാളോട് പറയുക. എന്ന് പറഞ്ഞാൽ 2 പേർ തമ്മിൽ നടക്കുന്ന സംഭാഷണം മൂന്നാമതൊരാൾ കേട്ടിട്ട് അത് മറ്റൊരാളോട്, 4മതൊരാളോട് പറയുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുവാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്രകാരം പറയുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭാഷണത്തിന് പറയുന്നത് അനുകഥനം അഥവാ അന്വാഖ്യാനം എന്നാണ്. സാധാരണ സംഭാഷണവും അന്വാഖ്യാന സംഭാഷണവും.
സാധാരണ സംഭാഷണം എന്ന് പറഞ്ഞാൽ രണ്ടുപേർ തമ്മിൽ നടത്തുന്ന സംഭാഷണമാണ്. അനുകഥനം അഥവാ അന്വാഖ്യാനം എന്ന് പറഞ്ഞാൽ രണ്ടുപേർ തമ്മിൽ നടന്ന സംഭാഷണം മൂന്നാമതൊരാൾ കേട്ടിട്ട് അത് മറ്റൊരാളോട് പറയുന്നതായിട്ടാണ്. സാക്ഷാൽ സംഭാഷണവും അന്വാഖ്യാന സംഭാഷണവും. സാക്ഷാൽ സംഭാഷണം രണ്ടുപേർ തമ്മിൽ നടത്തുന്ന സാധാരണ രീതിയിൽ നടത്തുന്ന സംഭാഷണത്തെ, സംസാരത്തെയാണ്. അപ്പോൾ അവിടെ കിട്ടുമാവൻ കുട്ടിച്ചേച്ചിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതെന്താണ്? കേട്ടുനിന്ന ഒരാൾ മറ്റൊരാളോട് എങ്ങനെ പറയും? അതാണ് അന്വാഖ്യാന സംഭാഷണം അഥവാ അനുകഥനം. രണ്ടുപേർ തമ്മിൽ നടത്തുന്ന സംഭാഷണം മൂന്നാമതൊരാൾ കേട്ടിട്ട് അത് നാലാമതൊരാളോട് പറയുന്ന രീതിയാണ് അന്വാഖ്യാന സംഭാഷണം അഥവാ അനുകഥനം. അയാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നല്ല, അവർ തമ്മിൽ എന്താണ് ഇങ്ങനെ സംസാരിച്ചു എന്നുള്ളതാണ്. ചെറുപയർ പുഴുങ്ങി തോരൻ വയ്ക്കണമെന്നും തോരൻ വയ്ക്കുമ്പോൾ വെളുത്തുള്ളി ചേർക്കാൻ മറക്കരുതെന്നും കിട്ടുമാവൻ കുട്ടിയമ്മയോട് പറഞ്ഞു. കൂടാതെ ചെറുകിഴങ്ങു കൊണ്ട് ഒരു അസ്ത്രമുണ്ടാക്കാനും നല്ല പുളിച്ച മോരു ചേർത്ത് ഒരു ചമ്മന്തി കൂടി അരയ്ക്കാനും അയാൾ ആവശ്യപ്പെട്ടു. മാത്രമല്ല പപ്പടം 5-6 ചുട്ട് തേങ്ങാപ്പൂളും ചേർത്തു നൽകണമെന്നും പറഞ്ഞു. അപ്പോൾ എന്താണ്? കിട്ടുമാവനും കുട്ടിച്ചേച്ചിയും തമ്മിൽ നടന്ന സംഭാഷണമാണ് ഇവിടെ എന്താണ് മാറ്റി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇപ്രകാരം രണ്ടുപേർ തമ്മിൽ നടക്കുന്ന സംഭാഷണം കേട്ടുനിന്നയാൾ മറ്റൊരാളോട് പറയുന്ന രീതി, അത് എന്താണ് അതിൻ്റേതായ മാറ്റങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അനുകഥനം അഥവാ അന്വാഖ്യാനം എങ്ങനെയാണ് എന്നുള്ളത് മറ്റൊരു വീഡിയോ ആയി ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, നമുക്ക് കൂടുതൽ വിശദീകരണങ്ങളും ഉദാഹരണങ്ങളും ഒക്കെ നൽകാം.